2024 ജൂലൈ മാസം മുതലാണ് PSC LDC പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ഒന്നിലധികം ഘട്ടങ്ങളായിട്ടായിരിക്കും PSC LDC പരീക്ഷ നടത്തുന്നത്. PSC ഓൾറെഡി ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കലണ്ടറിലൂടെയൊക്കെ. അപ്പോൾ ജൂലൈ മുതൽ LDC പരീക്ഷ തുടങ്ങും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏകദേശം 5 മുതൽ 6 മാസം വരെയാണ് നമ്മുടെ കൺമുന്നിൽ ഇനിയുള്ള LDC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള സമയമെന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ എത്ര കൊല്ലമായിട്ട് PSC പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനാണെങ്കിലും ഇനിയുള്ള ഈ ഒരു സമയം നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും LDC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഈ പരീക്ഷ കഴിഞ്ഞ് അടുത്ത പരീക്ഷയ്ക്ക് നോക്കാമെന്ന് വെച്ചാൽ അടുത്ത പരീക്ഷ നടക്കാൻ 3 വർഷം കൂടുമ്പോഴാണ് ഒരു LDC പരീക്ഷ നടക്കുന്നത്. ഇനിയും വർഷങ്ങളെടുക്കും. അതുകൊണ്ട് നിങ്ങളൊരു സർക്കാർ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ചെങ്കിലും LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാമെന്ന് വിചാരിച്ച് ഒന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ തൊട്ട് പഠിച്ചാലും നിങ്ങൾക്ക് LDC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഈ വർഷം ഈ ഒരു 6 മാസമേ ഉള്ളൂ നമ്മുടെ കൺമുന്നിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി. ആ 6 മാസം എല്ലാം മാറ്റിവെച്ച് ഇതിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇട്ട് മെനക്കെട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും ജോലി നേടാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ PSCയുടെ LDCയുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു റാങ്ക് ഫയലൊക്കെ മേടിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും SCERT ബേസ് ചെയ്തും NCERT ബേസ് ചെയ്ത് എല്ലാ കണ്ടൻറ്റും ഭൂരിഭാഗം കണ്ടൻറ്റും ഇൻകോർപ്പറേറ്റ് ചെയ്തൊക്കെ തന്നെയാണ് വിവിധ പബ്ലിക്കേഷൻസ് റാങ്ക് ഫയലൊക്കെ ഇറക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിപ്പമെന്ന് പറയുന്നത് 4 വോളിയൊക്കെയുള്ള വലിയ വലിയ ബുക്കുകളാണ് ഇവർ പുറത്തിറക്കിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് തോന്നും ഇത് മൊത്തം എങ്ങനെ പഠിച്ചു തീർക്കാനാണ് ഈ 6 മാസം കൊണ്ടെന്നൊക്കെ. ഇതിനകത്തൊക്കെ ഭൂരിഭാഗം കണ്ടൻറ്റ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്, എന്നാൽ കുറച്ച് പഠിക്കേണ്ടാത്ത കണ്ടൻറ്റും ഒക്കെ എല്ലാത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം പഠിച്ചു പോകുന്നതിലാണ് നമ്മുടെ ഒരു വിജയത്തിന് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കണം. അതിന് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ടോ തന്നെത്താൻ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിനെല്ലാം കുറച്ച് ഓൺലൈനിലൊക്കെ മെനക്കെട്ട് എഫേർട്ട് ഇട്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മെനക്കെട്ട് ഓരോ സബ്ജക്റ്റും എടുത്ത് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് പഠിച്ചു തീർക്കണം. അല്ലെങ്കിൽ നമ്മളൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പിലാണ് ഞാൻ ആ ഒരു കോഴ്സ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കോഴ്സ് ചെയ്യുന്നത് ആ കോഴ്സിൽ പുതിയൊരു ബാച്ച് നമ്മളിപ്പോൾ തുടങ്ങുവാണ്. ഫെബ്രുവരി 2-ാം തീയതി. ഇത് അവസാനത്തെ ബാച്ചാണ് LDCയുടെ. കാരണം ഈ ഓരോ മാസവും പുതിയ പുതിയ ബാച്ചുകൾ തുടങ്ങിക്കൊണ്ടിരുന്ന ചുമ്മാ തുടങ്ങാമെന്നല്ലാതെ പഠിക്കാൻ സമയം കിട്ടത്തില്ല. ഈ ഒരു ബാച്ച് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. LDCയുടെ നമ്മുടെ അവസാനത്തെ ബാച്ചാണ്. ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പക്കായായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് കണ്ടൻറ്റ് മുഴുവൻ നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ഈ ഒരു കോഴ്സിലൂടെ കവർ ചെയ്ത് തീർക്കും. ആഴ്ചയിൽ 4 ദിവസം Day 1, Day 2, Day 3, Day 4 എന്ന രീതിയിൽ നമ്മൾ കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യും. വീഡിയോ ക്ലാസ്സും അതിന് നോട്ട്സും കാര്യങ്ങളും എല്ലാം തരും. റാങ്ക് ഫയലിനെ ബേസ് ചെയ്തും SCERT ബേസ് ചെയ്തും എല്ലാം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് മുഴുവൻ കറക്റ്റായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഭൂരിഭാഗം ക്ലാസ്സുകൾ എടുക്കുന്ന ഞാൻ തന്നെയായിരിക്കും. കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുഴുവൻ ക്ലാസ്സുകൾ വേറെ ആൾക്കാരെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയൊന്നുമല്ല. ഭൂരിഭാഗം ക്ലാസ്സുകളും എൻ്റേതായ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ എടുക്കുന്നത്. എൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പക്കായിട്ട് ഇത് ഫോളോ ചെയ്ത് ഞാൻ തരുന്ന കണ്ടൻറ്റ്, ഒരാഴ്ചയിൽ ഞാൻ തരുന്ന കണ്ടൻറ്റ് ആ ആഴ്ചയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആഴ്ചയുടെ അവസാനം ഇപ്പം വീക്ക് 1ൻ്റെ അവസാനം ആ ആഴ്ചയിലെ കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ എക്സാമും കാണും. അതിനുശേഷം വീക്ക് 2 തുടങ്ങും. അങ്ങനെ ഈ ഒരു രീതിയിൽ ഒരാഴ്ചയിൽ തരുന്ന കണ്ടൻറ്റ് ആഴ്ചയിൽ പഠിച്ച് അതിൻ്റെ എക്സാമും എഴുതി ആ രീതിയിൽ പയ്യെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം എന്തായാലും പരീക്ഷയ്ക്ക് കുറച്ച് മുമ്പ് തന്നെ നമ്മുടെ സിലബസ് മുഴുവൻ പക്കായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പലർക്കും പരീക്ഷ കിട്ടാതെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിലബസ് ഇവർ തീർക്കാത്തത് കൊണ്ട് തന്നെയാണ്. അത് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും തുടക്കക്കാരനായിട്ടുള്ള വ്യക്തിയാണെങ്കിലും പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു തീർത്താൽ മാത്രമേ ഉള്ളൂ. അത് മറന്നു പോകാത്ത രീതിയിൽ റിവിഷൻ ചെയ്ത് പഠിച്ചു തീർത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ജോലി കിട്ടുന്ന ലെവലിലേക്ക് അല്ലെങ്കിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഇത് ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തത്തുള്ളൂ. അല്ലാതെ കുറച്ച് പഠിച്ചില്ല ബാക്കി പരീക്ഷയുടെ ദിവസം കുറേ ഭയങ്കര ചത്തു കിടന്ന് ഒരു മാസം ഭയങ്കരമായിട്ട് നോക്കി എന്നതുകൊണ്ടൊന്നും നമുക്ക് യഥാർത്ഥ രീതി പഠിക്കേണ്ട കാര്യങ്ങൾ തീരത്തില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് പക്കായിട്ട് പഠിച്ചു തീർത്ത് പരീക്ഷയ്ക്ക് പോയാൽ ഉറപ്പായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം PSC പരീക്ഷ എന്ന് പറയുന്നത് മിക്കപ്പോഴും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സിലബസിൽ നിന്നുകൊണ്ട് തന്നെയാണ് 100% ചോദ്യങ്ങളും വരുന്നത്. നിങ്ങൾ PSC പരീക്ഷയുടെ പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം എന്താ പറയുക 1.25 മണിക്കൂറാണ് പരീക്ഷയ്ക്ക് ഒരു 15 മിനിറ്റൊക്കെ മുമ്പ് തന്നെ മിക്കവരും പരീക്ഷ എഴുതി തീരും. കാരണം അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. പെട്ടെന്ന് കറപ്പിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് PSC പരീക്ഷ എന്ന് പറയുന്നത്. മാത്സ് ഒക്കെ സിമ്പിൾ മാത്സ് തന്നെയാണ് PSC പരീക്ഷയുടെ മാത്സ് എന്ന് പറയുന്നത്. ബാങ്ക് പരീക്ഷയുടെ പോലെയോ അല്ലെങ്കിൽ SSC പോലെയോ വലിയ പാടൊന്നും ഉള്ളതല്ല. കുറച്ച് എന്താ പറയുക ചെയ്തങ്ങ് പഠിച്ചാൽ വലിയ മെനക്കേടൊന്നുമില്ല. നമുക്ക് ഒന്നും അറിയാൻ മേലാത്ത വ്യക്തിയാണെങ്കിൽ എഫേർട്ട് ഇട്ട് പഠിച്ചാൽ സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന മാത്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ആനുകാലിക സംഭവങ്ങൾ 20 മാർക്കുണ്ട്. നന്നായിട്ട് മെനക്കെട്ട് അല്ലെങ്കിൽ 1-2 വർഷത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ പക്കായിട്ട് പഠിച്ചാൽ മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റും. കഴിഞ്ഞ തവണത്തെ LDC പരീക്ഷ കട്ട് ഓഫ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക്
മനസ്സിലാവും 50 റേഞ്ചിലായിരുന്നു, 50-60 റേഞ്ചിലൊക്കെയായിരുന്നു മിക്ക ജില്ലകളുടെയും കട്ട് ഓഫ് വന്നത്. അപ്പം 50 മാർക്ക് തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് എന്നീ 4 സെക്ഷനുകളുണ്ട്. മാത്സും ഇംഗ്ലീഷും മലയാളമൊക്കെ പക്കായിട്ട് മെനക്കെട്ട് പഠിച്ച, പരീക്ഷയ്ക്ക് ഒരു 3 മാസം മുമ്പ് ചത്ത് കിടന്നങ്ങ് പഠിച്ച് മുഴുവൻ മാർക്കും മേടിക്കും. കൂട്ടത്തിൽ കറണ്ട് അഫേഴ്സും അതുപോലെ തന്നെയാണ്. ആനുകാലിക സംഭവങ്ങൾ കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽ വെച്ച് അങ്ങ് തീർത്താണ്ടല്ലോ, അപ്പോൾ മുഴുവൻ മാർക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. കാരണം ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഏരിയ ഉള്ള ആനുകാലിക സംഭവങ്ങൾ ഈ വർഷങ്ങളിൽ, അതിൽ ഭൂരിഭാഗം മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. അവിടെ ഒരു 40 റേഞ്ച് മാർക്ക് മേടിച്ചാൽ, ഈ 50 മാർക്കിന് 40 റേഞ്ച് മാർക്ക് മേടിച്ചാൽ ബാക്കിയുള്ള 50 മാർക്കേ ഉള്ളൂ ജി കെയും സയൻസ് എന്ന് പറയുന്ന വലിയൊരു സെക്ഷൻ. അത് ക്യാപ്സ്യൂൾ പോലെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് മുഴുവനായിട്ട് നിങ്ങൾ പഠിച്ചു തീർത്താൽ, ക്യാപ്സ്യൂൾ പോലെ ഒരു പഠനം നിങ്ങൾ കാഴ്ചവെച്ചാൽ അതിലൊരു വലിയ ശതമാനം മാർക്ക് മേടിച്ചാൽ, ഒരു 30 മാർക്കോ 35 മാർക്കോടെ മേടിച്ചാൽ ജോലി കിട്ടുന്ന ലെവലിലേക്കായിരിക്കും ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ തവണത്തെ അതേ രീതിയിലുള്ള പരീക്ഷയാണ്, കട്ട് ഓഫും കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷ എന്താണ്, ഇതിൻ്റെ രീതി എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പഠിക്കുക. കട്ട് ഓഫ് ഒരിക്കലും കഴിഞ്ഞ വർഷത്തെ പോലെ വരുമെന്ന് ഞാൻ 100% ഉറപ്പെന്ന് പറയുന്ന പോലെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതുപോലെ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത്. പരീക്ഷ ഭയങ്കരമായിട്ട് എളുപ്പമാവുകയാണെങ്കിൽ കട്ട് ഓഫ് കൂടാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ തവണത്തേക്ക് കഴിഞ്ഞ 2022 പല 10th ലെവൽ പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം അതിന് 70 80 കട്ട് ഓഫ് വന്നെന്നൊക്കെ. സ്റ്റേറ്റ് വൈഡ് എക്സാമും ഡിസ്ട്രിക്ട് വൈസ് എക്സാമും രണ്ടും രണ്ടാണ്. LDC എന്ന് പറയുന്നത് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. നിങ്ങൾ ഏത് ജില്ലയിലാണോ എഴുതുന്നത് ആ ജില്ലയിൽ പരീക്ഷ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന മാർക്കും റാങ്കും മേടിച്ചാൽ മതി ജോലി കിട്ടാൻ. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓരോ ജില്ലയുടെയും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാ ജില്ലയും കട്ട് ഓഫ് ഉയരണമെന്നൊന്നുമില്ല. ഈ ഒരു രീതിയൊക്കെ വീണ്ടും ഈ ഒരു റേഞ്ചിൽ 60-70 റേഞ്ചിലൊക്കെ മാക്സിമം പോയ കട്ട് ഓഫ് നിൽക്കുള്ളൂ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടിയാലും പരീക്ഷ ഭയങ്കര എളുപ്പമായാലും നിങ്ങൾക്കും അതുപോലെ തന്നെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ജോലി കിട്ടുന്ന ലെവലിലേക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് പരീക്ഷ എളുപ്പമായാലും ആ ലെവലിൽ തന്നെ മാർക്ക് മേടിക്കാൻ പറ്റുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ആവറേജ് ഒരു 10,000 പേർക്കൊക്കെയാണ് ജോലി കിട്ടുന്നത്. ആ 10,000 എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പക്കായിട്ട് പഠിച്ച് ആ ഒരു പരീക്ഷയ്ക്ക് മുമ്പുള്ള സമയം നന്നായിട്ട് മെനക്കെട്ട് എല്ലാം മാറ്റി വെച്ച് ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണ്. സോ അങ്ങനെ എഫേർട്ട് ഇട്ടാൽ നിങ്ങളുടെ കയ്യിലാണ് കാര്യം. ഇന്ന് ഓൺലൈനിലെല്ലാം മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം പലർക്കും തുടക്കക്കാരനായിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിലും കുറച്ച് കാലമായിട്ട് പഠിക്കുന്നവരാണെങ്കിലും ഇപ്പോഴും സംശയം കാണും, ഇത്രയും മാത്രം പഠിച്ചാൽ മതിയോ, ഇത് പഠിച്ചാൽ ശരിയാവും, അങ്ങനെ പിന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ സ്റ്റഡി പ്ലാനും ഒക്കെ പല സ്ഥലത്തു നിന്ന് കാണുന്നതുകൊണ്ട് കൺഫ്യൂഷൻ കാണും. പക്ഷേ നിങ്ങൾ സിലബസ് ഇതെല്ലാം എത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും സിലബസ് പക്കായിട്ട് നേരത്തെ ഉറപ്പായിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനിയുള്ള സമയം ഞാൻ വീണ്ടും പറയുന്നു, പക്കായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു കോഴ്സിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഈ ജോലി കിട്ടാതെ പോകുന്നവരുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ആ ജോലി കിട്ടാതെ പോകുന്നവരുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു വലിയ കാരണമെന്ന് പറയുന്നത് ഇവർ സിലബസ് തീർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സോ ഇത് വരാതെ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പക്കായിട്ട് പഠിച്ചു പോവുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 2,900 വരും. അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒരുപക്ഷെ ചിലർക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ നമുക്ക് മറ്റുള്ള ആപ്പിൽ ഇത്രയും അല്ലേ ഫീസുള്ളൂ, ഈ ആപ്പിൽ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ നമുക്ക് ഈ ഒരു ഇത്രയും ഇത് വെച്ചേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളാണ് ഇത് ഭൂരിഭാഗവും ചെയ്യുന്നത്. അപ്പോൾ വലിയ കോർപ്പറേറ്റ് ആ ലെവലൊന്നും അല്ല നമ്മുടെ. അപ്പോൾ നമ്മൾ ചെറിയൊരു ആപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫീസിലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ചുമ്മാ പുറമോടി മാത്രമല്ല ഭൂരിഭാഗം കണ്ടന്റും ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ പക്കായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ ഇതിനെ വിശ്വസിച്ച് ഈ ഒരു കോഴ്സ് മേടിച്ച് എന്നെ വിശ്വസിച്ച് ഈ കോഴ്സ് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് വരുന്നു ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. നിങ്ങൾ ഫോളോ ചെയ്ത് പക്കായിട്ട് പഠിച്ചാൽ മാത്രം മതി. പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർ ക്ലാസ് പ്ലസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് SHANTN എന്ന ORG കോഡ് കൊടുത്താൽ നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്നതാണ്. ആപ്പ് സ്റ്റോറിൽ ക്ലാസ് പ്ലസ് എന്നുള്ള ആപ്പാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. February 2 പുതിയ ബാച്ച് തുടങ്ങുന്നത്. ഇത് അവസാനത്തെ ബാച്ചാണ്. ഇതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബാച്ച് തുടങ്ങത്തില്ല. അപ്പോൾ താല്പര്യമുള്ളവർ, ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, കോഴ്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ, സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.